നമസ്കാരം, ഞാൻ അനൂപ് ശാന്തി. നിങ്ങളോട് ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് കാർത്യായനി ഭഗവതി ക്ഷേത്രമാണ്. തൃശ്ശൂർ ജില്ലയിലെ ചിറ്റണ്ടയിലാണ് ക്ഷേത്രം. ചിറ്റണ്ട കാർത്യായനി ക്ഷേത്രമാണെന്ന് പറയുന്നത്. കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിലെ ഒന്നാണ്. ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്നത് പ്രതിഷ്ഠ കാർത്യായനി ഭഗവതി രൂപമാണ്. ഗണപതി, ഭദ്രകാളി, ശ്രീകൃഷ്ണൻ, അയ്യപ്പൻ എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ. അതുതന്നെ ഇന്നത്തെ ദിവസം വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായിട്ടാണ് ഇവിടെ ആചരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ആചരിക്കുന്നുണ്ട്. ഞാൻ രാവിലത്തെ സമയത്താണ് പോയത്. അപ്പോൾ എൻ്റെ ക്ഷേത്രത്തിലെ ജോലി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പം സമയം 11-12 മണിക്ക് ഇടയ്ക്കാണ് അവിടെ ചെന്നത്. ആ സമയത്ത് ഉത്സവത്തിൻ്റെ സെറ്റുകൾ ഓരോന്നും, ഇവിടെ കാവടി സംഘങ്ങളുണ്ട്. അവരൊക്കെ 2 മണിക്ക് ശേഷമേ ഇറങ്ങും. ഞാൻ അത്രയും നേരം നിന്നില്ല. ഞാൻ അവിടുത്തെ ചടങ്ങുകളും കാര്യങ്ങളും കണ്ട് ഒന്ന് വഴിപാടൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രമനുസരിച്ച് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരം കോട്ടയം തമ്പുരാനാണ് നിർമ്മിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാർത്യായനി ഭഗവതി ക്ഷേത്രമാണ്. അത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ചേട്ടനാണ്. തിരുവല്ലാമല ഓഫീസിൽ ജോലി ചെയ്യുന്ന ചേട്ടനാണ്. പിന്നെ അവിടെ നിന്നപ്പോഴാണ് അവിടത്തേക്ക് തിടമ്പെടുക്കാനുള്ള ആന വരുന്നത് കണ്ടത്. പിന്നെ ഞാൻ ആനയുടെയും കുറച്ച് വീഡിയോ എടുത്തതിന് ശേഷം തിരിച്ചു വരാനായിട്ട് നിന്നെയായിരുന്നു. പിന്നെ കാവടി സംഘങ്ങൾ വരുമെന്ന് വിചാരിച്ചു, പക്ഷേ അപ്പോഴത്തേക്കും എത്തിയില്ല. പിന്നെ തിരിച്ചു വരാൻ സമയമായതുകൊണ്ട് ഞാൻ തിരിച്ചു പോരുന്നു. ഇത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നിലവിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ക്ഷേത്രം. അപ്പം വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. ശക്തി സ്വരൂപിണിയായ ദേവിയാണ്. ഈ പ്രദേശവാസികളൊക്കെ പറ്റുമെങ്കിൽ പോയി തൊഴുക, പ്രാർത്ഥിക്കുക. അപ്പം എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ശരി, ശുഭദിനം.